പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് വ്യാപക കയ്യേറ്റം നടന്നതായി ഡിസിസി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻഭരണ സമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിച്ച് വിവിധ സ്ഥലങ്ങളിലെ കയ്യേറ്റം നടത്തുന്നതായാണ് ആരോപണം. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന്റെ പേരിൽ മെഡിക്കൽ കോളേജിലും ആശുപത്രിക്കുള്ളിലും മോർച്ചറിക്ക് സമീപവും ഹോസ്പിറ്റലിൽ നിന്നും അക്കാദമിയിലേക്ക് പോകുന്ന വഴിയിലും നഴ്സിംഗ് കോളേജ് പരിസരത്തും ഹൃദയാലയിലും അതോടൊപ്പം മൂന്നാം നിലയിൽ ഉൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളുണ്ടെന്ന് രാജീവൻ കപ്പച്ചേരി ആരോപിക്കുന്നത്. അതോടൊപ്പം പബ്ലിക് സ്കൂളിന് പിറകിലുള്ള ക്യാമ്പ് ഓഫീസിന് മുന്നിലുള്ള ഒരു പഴയ ഹോസ്പിറ്റൽ ബ്ലോക്ക് കൂടി മൊത്തമായ HDSന്റെയോ അതിന്റെ ചെയർമാനായ കളക്ടറുടെയോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ അനുമതിയില്ലാതെയും സർക്കാർ ഏറ്റെടുക്കപ്പെട്ട സ്ഥാപനമായ നിലയ്ക്ക് സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ അംഗീകാരമോ രേഖയോ ഇല്ലാതെയും ചട്ടം പാലിക്കാതെയാണ് നിർമ്മാണം നടത്തുന്നത്. പരിയാരത്ത് നടന്ന എല്ലാ പ്രവർത്തികളും വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇതിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഡിസിസി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ രാജീവൻ കപ്പച്ചേരി, മാടായി മണ്ഡലം പ്രസിഡന്റ് വി രാജൻ, കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ HDS കമ്മിറ്റിക്ക്, അതായത് രോഗികളുടെയും ഈ ആശുപത്രിയുടെയും രോഗികളുടെ ക്ഷേമത്തിനും ആശുപത്രിയുടെ വികസനത്തിനും വേണ്ടി രൂപം കൊണ്ട് HDSന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ലക്ഷക്കണക്കിനുള്ള കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്ന പല കെട്ടിടങ്ങളും ഇന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള സംഘടന കയ്യേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഭരിക്കുന്ന പാർട്ടി, പ്രത്യേകിച്ച് CPM, മൂലധനം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്ന ദുഃഖകരമായ കാഴ്ചയാണ് ഈ ക്യാമ്പസിൽ കാണുന്നത്. രോഗികളോട് പോലും അവർക്ക് കരുണയില്ല എന്നതാണ് നമ്മൾ ഇവിടുന്ന് ഈ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്.